ലിസിപ്പെണ്ണ് എന്തോടാ എന്നെ ഉണ്ടോ വിശേഷം? സുഖാണോ? നിങ്ങൾ ഒരുമിച്ച് പഠിച്ചേ? അല്ലെന്നെ ഞങ്ങള് തിരുവനന്തപുരത്ത് വെച്ച് ഒരുമിച്ച് പഠിച്ച് നമ്മളെ കളിയാക്കുക. കളിയാക്കിയല്ല, എന്തൊരു കളിയാക്കണം പഠിച്ചത്. അല്ല നിങ്ങളൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. എന്റെ ബെന്നിച്ചേട്ട വായോ ഇങ്ങോട്ട്. ബെന്നിച്ചേട്ടാ ബാറ്ററി ചാർജ് ആക്കുവോ? പിന്നെ തീർച്ചയായിട്ടും ചാർജ് ആക്കും. ആണോ? നിങ്ങൾ ഗ്രൂപ്പിൽ പേരിട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്നാ പേരിട്ടേക്ക്? 3 സ്റ്റാർ. ബാറ്ററി ചാർജ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കിറ്റ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവാണ്. ലെറ്റ്സ് ഡു ദിസ്. എന്റെ ദൈവമേ, എന്റെ അപ്പൂപ്പനെ ബ്രിട്ടീഷുകാർ പോയപ്പം കൊടുത്ത ഒരു കാറായത്. ഇത് ഇന്ന് ആരെങ്കിലും തല ഞാൻ ഇന്ന് കെട്ടി വെക്കും ഞാൻ. പക്ഷെ മെനകെട്ട കാറാ. വല്ല BMW വല്ല പജീറയോ വല്ല ഇന്നോവയോ വല്ല ആയിരുന്നേ ഉണ്ടല്ലോ, ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോയനെ. ഇവിടെ ഒരു കാർ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞോണ്ട് ഞങ്ങള് വന്നതാ. ആ കൊടുക്കാനുള്ള കാറാണിത്. അതിന്റെ ഓണറാണ് ഈ ഞാൻ. എന്താണ് ഈ കാറിനെ കുറിച്ച് അഭിപ്രായം? അഭിപ്രായമോ? ഈ കാറിനെ കുറിച്ച് 2 അഭിപ്രായമല്ലേ. നാട്ടുകാർ പറഞ്ഞു ഇത് ഓടത്തില്ലെന്ന്, ഞാൻ പറഞ്ഞു ഇത് ഓടൂന്ന്. കാറ് എന്റെ അല്ലേ, എനിക്ക് ഓടിക്കാതിരിക്കാൻ പറ്റുമോ? ഇതിനകത്ത് AC വല്ലതും ഉണ്ടോ? AC ഉണ്ടോന്നോ? ഡിസംബർ, ജനുവരി, മാർച്ച് ഈ മാസത്തിലെല്ലാം ഫുൾ AC-യാ. എന്റെ മനുഷ്യ, അത് ഞങ്ങളുടെ നാട്ടിലൊക്കെ മഞ്ഞുകാലം എന്നാ പറയുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ കാർ മേടിക്കണം. എന്നാന്നറിയോ? ഈ കാർ ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു കാറാണ്. ഇന്ത്യ ചരിത്രത്തിലാണോ? അല്ല, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇലക്ഷനിൽ നിന്ന് തോറ്റ സ്ഥാനാർത്ഥിമാരെ എല്ലാം തല്ലുകൊള്ളാതെ വീട്ടിൽ കൊണ്ടുവച്ച കാറാ. അയ്യോ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു. ഇതിന് ബുക്കും പേപ്പറും വല്ലതും ഉണ്ടോ? ബുക്ക് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള കാറിന്റെ എവിടെ ബുക്കും പേപ്പറും? പിന്നെ ഇതിനെ ഓലയാണുള്ളത്. ഇതാണ് ഇതിന്റെ RC ഓല. എന്റെ മനുഷ്യ, RC ബുക്ക് എന്ന് കേട്ടിട്ടുണ്ട്, RC ഓല എന്ന് കേൾക്ക. ഇതെന്നാ ഇതിനടി കറുത്തിരിക്കുന്ന പേപ്പർ? അയ്യോ, അതാണ് ഈ വണ്ടിയുടെ പുകയുടെ പേപ്പറാ. പുക. എന്നാ മോളെ? പൊല്യൂഷൻ പേപ്പർ. പൊല്യൂഷൻ ആണോ ആർക്കറിയാം? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞോ, ഈ കാറിനകത്ത് എന്റെ വീട്ടിലെ എല്ലാവരുടെയും ഭാവി ഈ കാർ ഞങ്ങൾക്ക് കൊണ്ടുതന്നു. അതിനകത്ത് ഭൂതം ഉണ്ടോ? ഭൂതം ഇനി ഇപ്പൊ ഇത്ര നേരം വരെ ഇല്ല. പക്ഷെ ഇനി നിങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരു കാര്യം, എന്റെ കല്യാണം, എന്റെ അപ്പൂപ്പന്റെ കല്യാണം, എന്റെ മുത്തച്ഛന്റെ കല്യാണം, ഞങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെ കല്യാണം ഈ കാറിനകത്താണ് നടന്നത്. മോളെ, മമ്മി എന്നാ മോളെ? അപ്പൊ ഇത് ഓഡിറ്റോറിയം ആണോ അതോ കാറാണോ? ഇത് പോക്കറ്റ് റോഡിൽ കൂടെ ഒക്കെ പോവോ? ഇതോ? അയ്യോ, ഇത് പോക്കറ്റ് റോഡിൽ കൂടെ പോകത്തുള്ളൂ. നല്ല റോഡിൽ കൂടെ പോകാൻ ഇതിന് നാണവാ. നാണമല്ലെന്ന്. പിന്നെ നല്ല റോഡിൽ കൂടെ ഓടി അങ്ങോട്ട് പോകുമ്പോളേ, ഒന്ന് ഇതിന്റെ ടയർ ഇളകി പോകും, അല്ലെങ്കിൽ ഇതിന്റെ ഡോറ് പോകും, അതിന്റെ ബമ്പർ പോകും. എന്തെങ്കിലും ഒക്കെ പോയിട്ടുണ്ടല്ലോ മറ്റുള്ള വണ്ടിക്ക് ഇത് അപകടമാണ്. ചേട്ടാ, അന്നേരം ഇതിന്റെ ഏതെങ്കിലും പാർട്സ് പോയാലേ എവിടുന്നാ ഇത് മേടിക്കുന്നത്? ഇതിന്റെ പാഴ്സ് പോയി കഴിഞ്ഞാൽ പലചരക്ക് കട, റേഷൻ കട, പച്ചക്കറി കട, അവിടെ നിന്നെല്ലാം കിട്ടുമല്ലോ. മമ്മിയെ, നമ്മുടെ നാട്ടിൽ റേഷൻ കടയിൽ തന്നെ മമ്മി കിട്ടുന്നേ പുഴുവെള്ള അരി മണ്ണെണ്ണ. ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറഞ്ഞു, അങ്ങ് ബ്രിട്ടനിലെ കാര്യമായി പറഞ്ഞത്. ബ്രിട്ടനിലോ? മമ്മി, ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ബ്രിട്ടനിൽ വരെ പോയല്ലേ. വട്ടർ അടിക്കാവോ? പിന്നെ ഒരു കാര്യം ചോദിച്ചു, വെള്ളത്തിനകത്തൂടെ പോവോ? വെള്ളത്തിൽ കൂടെ പോവോന്നോ? 4 ടയർ ഉണ്ടല്ലോ, അത് നമ്മളിങ്ങോട്ട് അഴിച്ചു വെച്ച് കഴിഞ്ഞോണ്ടല്ലോ, വെള്ളത്തിന്റെ കര കൊണ്ടിട്ട് തള്ളി അങ്ങ് വിട്ടാ മതി, സുഖമായിട്ട് അങ്ങ് പോകാം. പിന്നെ ഒരു കാര്യമുണ്ട്, ഒരു വലയും കൂടെ കൈ ഇരിക്കണം, ഉള്ള മീൻ പിടിച്ചോണ്ട് കേറാം. പറഞ്ഞത് കേട്ടോ? പണ്ട് നമ്മള് മീനെ അത് ഇനി തുടങ്ങണമെന്നാ ഇവൻ പറഞ്ഞു. മറ്റേ കാര്യം പിന്നെ ഒരു കാര്യം, വണ്ടിയിലെല്ലാവേ ഒരു പലകയില് 1, 2, 3 കെട്ടി തൂക്കിയിടും. അതിങ്ങനെ കിടന്നാടും. ഞാൻ പള്ളിക്കുടുത്തി പോകാത്ത കൊണ്ട് ആ 1, 2, 3 എനിക്ക് വേണ്ട. എന്റെ മകള് താരയുടെ പേര് എഴുതി തൂക്കിയിട്ടാ മതി, നാട്ടുകാര് കാണട്ടെന്ന്. നിങ്ങൾ താര ഒരു എന്തോ വേണം കോരിക്കും. പക്ഷേ ഉണ്ടല്ലോ, ഈ വണ്ടി റോഡിൽ കൂടെ ഇറക്കണമെങ്കിലേ അത് വേണം, നമ്പർ പ്ലേറ്റ് ആകുന്നത്. നമ്പർ പ്ലേറ്റാ മമ്മി. എന്നാലേ ഒരു കാര്യം കൂടെ ചോദിക്കാം, ഇതിനുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല.
ഇങ്ങനെ അയ്യോ ശബ്ദം ഉണ്ടോ ഇതിനകത്ത്? അയ്യോ അത് കാറ്റടിക്കുന്ന കാര്യമല്ലേ? ഓ, ഏതിനാ മാട ഇതിനകത്ത് വെറുതെ കാറ്റടിക്കുന്നത്? ഇതിന്റെ 4 ടയറും കിഴുത്തയാ, ആ കാറ്റടിച്ചാൽ കേറത്തില്ല. മമ്മി എന്നാ മോളെ? ഇതിലും ഭേദം ഒരു കാളവണ്ടി വാങ്ങിക്കുന്നല്ലേ നല്ലത്. കാശുള്ളവന് ഇത് കാളവണ്ടിയും, കാശില്ലാത്തവന് ഇത് കാറാ. അയ്യോ. ചേട്ടന്റെ പേരെന്തോന്നു കേട്ടോ? എന്റെ പേര് ബെന്നി. ബെന്നി. ആ എവിടെ സ്ഥലം എന്ന് പറഞ്ഞ? എന്റെ തിരുവല്ല. തിരുവല്ല. ആന്റി മോളും? എന്റെ ഏറ്റുമാനൂര്. ആ, എന്റെ മല്ലപ്പള്ളി. മല്ലപ്പള്ളി. ഓക്കെ. ഇത് ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ഒരു ഫ്ലോറില്? ആ ഇവിടെ ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? ആദ്യമായിട്ട് വെൽക്കം ടു കോമഡി മാസ്റ്റർ. എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന എല്ലാം കോമ്പറ്റീറ്റേഴ്സും ഇവിടെ പെർഫോം ചെയ്ത ഒരുപാട് സ്റ്റേജസും ഒരുപാട് എന്താ പറയുക സ്റ്റേജ് ഷോസും ചാനൽ ഷോസ് എല്ലാം ചെയ്ത ആൾക്കാരാണ്. പക്ഷേ ഇത് ഭയങ്കര ഒരുമാതിരി സത്യസന്ധമായ ഒരു ടീം. എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിങ്ങള്, അല്ലേ? അയ്യോ അത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് നമുക്ക് യുനോ നമ്മളുടെ എന്താ പറയുക സ്ട്രഗ്ലിംഗ് ഡേയ്സ് ആണ് നമ്മളെല്ലാവർക്കും ഓർമ്മ വന്നത്. സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ ബാറ്ററി ചാർജ് അല്ല, നമ്മളെല്ലാരും ഇവിടുന്നാണ് നിങ്ങൾ ചാർജ്. നിങ്ങൾ ഇനിയും ഈ സ്റ്റേജിൽ വരണം. ആൻഡ് ഇത് ജസ്റ്റ് ഒരു റിഹേഴ്സൽ ആയിട്ട് മാത്രം കരുതുക. പക്ഷെ എനിക്കറിയാം ഇത് ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീഷനിൽ വന്നെന്ന്. അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ പോരായ്മകൾ ഉണ്ടാവും. അതെന്തായാലും നമ്മുടെ ഇവിടുത്തെ എല്ലാ ആൾക്കാരും നിങ്ങളെ നന്നായി ട്യൂൺ ചെയ്ത് ഒരു ദിവസം നിങ്ങൾ ഇവിടുത്തെ ബാറ്ററി തകർക്കും. എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലെസ്. ബെനിജൻ എന്നാ ചെയ്യുന്നേ? ഞാൻ തട്ടടി കമ്പനിയൊക്കെയാണ് ജോലി. പിന്നെ സ്റ്റേജ് ഷോയ്ക്കൊക്കെ പോകും. ആണ്. കൊള്ളാം. എന്തായാലും ഞങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ എല്ലാരും ഇഷ്ടപ്പെട്ടല്ലേ? ഞങ്ങളുടെയൊക്കെ ആരാധ്യ. അയ്യോടാ, ദൂരം ശരിക്കും കാണത്തില്ലെന്നൊക്കെ പറഞ്ഞ്. കാണുന്നില്ലോ? ചേച്ചി കാണത്തില്ലെന്നാ പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് അവിടെ വരാം. വാ ചേച്ചി ഇങ്ങോട്ട് വാ. ഇത് നമുക്ക് ബാറ്ററി നോക്കാം. കേട്ടോ പൈസ തരട്ടെ. അതിന് മുമ്പ് പൈസ എത്ര കിട്ടിയെന്ന് അറിയണ്ടേ? അത് നോക്കണ്ടേ? അങ്ങോട്ടേക്ക് നോക്കണം കേട്ടോ. ശരി, എത്ര കിട്ടി നോക്കാം. ഞാൻ പറഞ്ഞില്ലേ കോമഡി മാസ്റ്റേഴ്സില് ഈ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ആദ്യത്തെ കണ്ടസ്റ്റൻസ് ആണ്. ജെന്യുവിൻ. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ. അയ്യോ കരയില്ലേ? സത്യമായിട്ട് അങ്ങനെ അയ്യോടോ. ഹലോ ലവ് യുടാ. ഇന്നത്തെ ഇത് സന്തോഷത്തിന്റെ കരച്ചിലാട്ടോ ഞങ്ങളുടെ. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ വേദിയിൽ വന്ന് ഈ ബാറ്ററി ചാർജിന്റെ ഈ ഒരു പൈസ കൊടുക്കണമെങ്കിൽ ഞാൻ എന്റെ ടീമിനെയും വിളിക്കാന് നോബി, അഖിൽ, ശ്രീവിദ്യ, ഡൈനബ നമ്മളെല്ലാരും കൂടിയിട്ട് ഇവർക്ക് കാശ് കൊടുക്കാം. എനിക്ക് പറയാൻ എന്താ പറയണ്ടെന്ന് അറിയില്ല. ഇതിൽ ഏറ്റവും അർഹതായ 3 സ്റ്റാർ ടീമാണ് ആദ്യത്തെ. ഇവിടെ എത്രയോ ആൾക്കാർ വന്നിട്ട് ഇവര് ന്യൂബീസ് ആണ്, അതായത് ബാക്കിയുള്ള പക്ഷെ ഇവരാണ് കറക്റ്റ് കണ്ടസ്റ്റന്റ്. ഈ വേദിയിൽ വന്ന് പെർഫോം ചെയ്യുന്ന ഇങ്ങനത്തെ കണ്ടസ്റ്റൻസ് ആണ് നിങ്ങൾ ഇവിടെ വരേണ്ടത്. അതെ. ഞാൻ എന്റെ ബാങ്കിൽ നിന്ന് കാശ് തരട്ടെ? അയക്കാണേ. ഇതാ അയക്കുന്നു. ഇതാ
ചേട്ടാണ് ആ പൈസ വന്നിട്ടുണ്ട് ദാ, പൈസ വന്നിട്ടുണ്ട് ഹാപ്പി ആയില്ലേ? ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷായി. ഇനി ചേട്ടനെന്തറിയോ? ഞാൻ എന്റെ കുട്ടികളെല്ലാം പാട്ട് പാടുന്ന മന്ദാരമലരേ മഞ്ചാടി മലരേ ചാഞ്ചാടും മഴരേ പുതുമലരേ പൊന്നാരമലരേ എന്നോമൽ കനരേ എൻ മലരേ ലാലി 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 ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ